തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ ഒടുവിൽ പിന്മാറി. പുതിയ ഭരണസമിതി പ്രഖ്യാപനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും. ദേവസ്വം ബോർഡിന്റെ കാലാവധി ഈ മാസം 13-നാണ് കഴിയുന്നത്. CPI നേതാവും മുൻ ഹരിപ്പാട് MLA-യുമായ TK ദേവകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയേക്കുമെന്നാണ് സൂചനകൾ. വിളപ്പിൽ രാധാകൃഷ്ണൻ CPI പ്രതിനിധിയായും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, സമ്പത്തിന്റെ പേരുകൾ സജീവമായി ഉയരുന്നുണ്ട്. അതിനിടെ ഈ പുതിയ മാറ്റം ഇതൊരു ട്വിസ്റ്റാണോ? വരും ശ്യാമ, കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതല ഈ മാസം 13-ന് അവസാനിക്കുകയാണ്. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുന്നു. സ്വർണ്ണക്കടത്ത് വിവാദത്തിലടക്കം വലിയ രീതിയിൽ നിലവിലെ ബോർഡ് അംഗങ്ങൾ, ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ആരോപണ വിധേയരായി നിൽക്കുന്ന സാഹചര്യം, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷമായ വിമർശനം, ഇതൊക്കെ നിലനിൽക്കുന്ന ഇടയിൽ തന്നെയാണ് ഈ ബോർഡിനെ വീണ്ടും പുതിയ ബോർഡിനെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനവും ചർച്ചകളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻ MP കൂടിയൊക്കെയായ സമ്പത്തിനെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അല്പസമയം മുമ്പ് വന്നിട്ടുള്ള സാധ്യതാ പട്ടികയിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കാനുള്ള ആലോചനയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. വിളപ്പിൽ രാധാകൃഷ്ണൻ CPI പ്രതിനിധിയായും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അന്തിമമായി എടുക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. നാളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ അന്തിമമായൊരു പട്ടിക തയ്യാറാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ചേരുമ്പോൾ മന്ത്രിസഭയിൽ ഈ പേരുകൾ ഉയരും. ആ പേരുകൾ ഏകകണ്ഠേന അംഗീകരിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് TK ദേവകുമാർ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പുനഃസംഘടന അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കില്ല, ഭരണസമിതിയെ പ്രഖ്യാപിക്കില്ല എന്നുള്ള സർക്കാരിന്റെ ആ ഒരു തീരുമാനം, അതിൽ നിന്ന് സർക്കാർ തന്നെ പിന്നോട്ട് പോയത്. വരുന്ന മണ്ഡല മകരവിളക്ക് സമയത്ത് പെട്ടെന്നുള്ള ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് ചുമതലകൾ മാറുന്നത് ക്രമീകരണത്തെ ബാധിക്കുമെന്നൊക്കെ ആയിരുന്നു അവരുടെ ഒരു ന്യായീകരണം. ഒരു വർഷത്തേക്ക് കൂടി നിലവിലെ ബോർഡിനെ നീട്ടാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ആ പ്ലാനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കം ഏറ്റിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെ മാറ്റാൻ പോകുന്നത്. ഈ മാസം 17-നാണ് മണ്ഡല മകരവിളക്ക് മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി തന്നെ പ്രഖ്യാപനം വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 13-ാം തീയതി കാലാവധി തീരും മുൻപ് പുതിയ ബോർഡ് പ്രസിഡന്റിനെയും ബോർഡ് അംഗങ്ങളെയും പ്രഖ്യാപിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗവും സർക്കാരും ആലോചിക്കുകയും ചെയ്യുന്നത്. ശ്യാമ, എന്തായാലും കയർ ഫെഡിന്റെ ഒക്കെ മുൻ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ് ഈ ദേവകുമാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തനായ ഒരു രാഷ്ട്രീയക്കാരനെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കമാണോ എന്നും കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. എസ് ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.